ബാക്ക് ടു ആദീസ് ക്രാഫ്റ്റ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ചെയ്ത കുറച്ച് ബോട്ടിൽ ആർട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അപ്പം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഫസ്റ്റ് ഇതൊക്കെ പറയുമ്പം എൻ്റെ കയ്യിൽ ഈ ഒരു സംഭവം ഇരിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ആ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ചെയ്ത ഒരു വേസാട്ടോ. അപ്പം ഇത് ഫുള്ളും ഫ്ലവറൊക്കെ കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഇത് നമ്മൾ ചിരട്ട വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഒരു ക്രാഫ്റ്റാണ്. അപ്പം ഇത് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ പൊതുവേ ഇപ്പം കാണിക്കാൻ പോകുന്നതൊന്നും വീഡിയോയിൽ ഇട്ടിട്ടൊന്നും ഇല്ലാത്തതാണ്. ഇത് ഞാൻ വീഡിയോ ചാനൽ തുടങ്ങുന്നതിന് മുമ്പിനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതൊന്നും ഞാൻ ചെയ്തതായിരുന്നു, കണ്ടില്ലേ. അപ്പം ഇതൊക്കെയാണ് അടുത്ത ബോട്ടിൽ ആർട്സൊക്കെ. അപ്പം ഇതിനകത്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ള ബോട്ടിൽ ആർട്സൊക്കെ കാണിച്ചു തരാം. അപ്പം ഇതൊക്കെ ഒന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതെടുക്കാമേ. അപ്പം ഇത് കണ്ടിത്. അപ്പം ഇത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പം ഇത് നമ്മൾ ഉജാല വെച്ചിട്ട് ചെയ്ത ഒരു ബോട്ടിലാട്ടാണ്. ഇത് പേപ്പർ ഉജാലക്കകത്ത് മുക്കിയിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഇത് പ്ലാസ്റ്റിക്കാണ്, പക്ഷെ കുറച്ചുകൂടി ഭംഗിയൊക്കെ ഉണ്ട് ഇത് ചെയ്ത് വന്നപ്പം. ഇനി നമുക്ക് അടുത്ത കാണാം. അപ്പം ഇത് നമ്മൾ ബട്ടർഫ്ലൈ വെച്ചിട്ട് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ബട്ടർഫ്ലൈയുടെ ഒരു ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ഇതാക്കിയതാണ്, കണ്ടില്ലേ. ഇതൊന്നും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇത് നെക്സ്റ്റ് ഇത് പെയർ ബോട്ടിലാട്ടാണ്. ഇത് രണ്ടും ഞാൻ സെയിം പോലെ റൈസ് വെച്ചിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കണ്ടില്ലേ, ഒരു ഡാർക്കാണ് കാണുമ്പം. ഇവിടുത്തെ ഇതിൻ്റെ താഴത്തെ കളറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. ഇത് രണ്ടുകൂടി റൈസ് വെച്ചിട്ട് ചെയ്തതാണ്. രണ്ടും സെയിം ബോട്ടിൽ ചെയ്തതാണ്. ഇത് നമുക്ക് അടുത്ത് കാണാം. ഇത് ത്രെഡ് വർക്കും ഉണ്ട്. പിന്നെ ഇത് പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചതും കൂടിയാണ്. ലവില് അതൊക്കെ കണ്ടില്ലേ. അപ്പം ഇത് നമ്മൾ ഫുള്ളും ത്രെഡ് വെച്ചിട്ടാട്ടോ. ഇത് സാധാ നമ്മുടെ തയ്യൽ നൂല് വെച്ചിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോട്ടിലാട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ഒരു കുഞ്ഞു കുപ്പി എടുക്കുക. ഇത് ഗ്ലാസ് ബോട്ടിലാണ്. ഇത് ചെറിയൊരു ബോട്ടിലാണ്, ഈ സോസിൻ്റെ ഒക്കെയാണ്. അപ്പം ഇത് വെച്ചിട്ട് പല കളർ നൂല് വെച്ചിട്ട് നമ്മൾ ചുറ്റിയെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മളൊരു ഇത് നമ്മുടെ വുളൻ ത്രെഡ് വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്ത് ഒട്ടിച്ച് വെച്ചതാണ്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പം ചെറിയൊരു കുപ്പി ചെയ്ത് നോക്കുക. അപ്പം നെക്സ്റ്റ് ഇതാണ്. ഇത് കണ്ടില്ലേ, മഞ്ചാടിയും നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ കുരു എല്ലാം ഉണ്ട്. മഞ്ചാടിക്കുരു ഉണ്ട്, ഈത്തപ്പഴത്തിൻ്റെ കുരു ഉണ്ട്, അങ്ങനെ പലതാണ്. പിന്നെ അതിനകത്ത് 3 ത്രെഡ് വർക്കും ഉണ്ട്. പിന്നെ ഈ സീഡിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ പല ത്രെഡായിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. പിന്നെ പലതായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുമുണ്ട്. ബട്ട് ഇതിനകത്ത് കാണുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ് തോന്നുന്നത്, പക്ഷെ നേരിട്ട് നോക്കുമ്പം നല്ലൊരു കളറിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബിസ്ക്കറ്റ് കവറിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്തതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത്രയ്ക്കൊന്നും ഉദ്ദേശിച്ച പോലെ വന്നില്ലെങ്കിലും ഏകദേശമൊക്കെ ആ ഒരു ഇതുണ്ട്. എന്നാലും അങ്ങ് കാണിച്ചേക്കാന്ന് വിചാരിച്ച്. അപ്പം ഈ ഒരു കുപ്പിക്ക് ഒരു സീക്രട്ട് ഉണ്ട് കേട്ടോ. ഇവിടെയുണ്ട്, ഇത് ബാക്കിലും ഉണ്ട്. ഇത് അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ജസ്റ്റ് എനിക്കറിയത്തില്ല, ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇത് കൊള്ളൂല കേട്ടോ. ഇത് നമ്മുടെ മെഡിസിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്തതാണ്. ടാബ്ലറ്റിൻ്റെ ആ ഒരു കവറില്ലേ, അത് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം
ഇത് നമ്മുടെ വേപ്പില വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. വേപ്പില വെച്ചിട്ട് എടുത്തതാ. അപ്പം ഈ ഒരു കളറ് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടി നല്ല തിളക്കമൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു തിളക്കമൊക്കെ ഈ രണ്ട് സൈഡിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വാർണിഷ് അടിച്ചുകൊണ്ടാണ് ഇത്രയ്ക്കും നല്ല ഇതായിട്ടിരിക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ എപ്പോഴും ഇരുന്നോളും. വാർണിഷ് അടിച്ചിട്ട് ഇതൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം നെക്സ്റ്റിന് കാണാം. അപ്പം ഇതിനി അടുത്ത മഞ്ചാടിയുടെ കേട്ടോ. മഞ്ചാടി വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരിതാണ്. ട്രീയും ഇതൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഇതിലങ്ങ് ചെയ്ത് പോയതാ. പക്ഷെ പിന്നെ നോക്കുമ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇത് നിങ്ങൾക്ക് എന്താണ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷെ ഇപ്പം കാണിച്ചൊന്നും ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ലാത്തതാണ്. ഇനി കാണിക്കാൻ പോകുന്ന ജസ്റ്റ് ചിലതൊക്കെ ഉള്ളൂ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. അപ്പം നമുക്ക് ബാക്കിയും കൂടെയൊക്കെ നോക്കാം. ഇത് വെറുതെ സിംഗിളായിട്ടിരിക്കുന്ന ഒരു ബോട്ടിലാട്ടാണ്. അത്രയ്ക്കും ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. ജസ്റ്റ് വൂളൻ ത്രെഡ് വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഫുൾ വൂളൻ ത്രെഡാണ് ഈ കുപ്പി കവർ ചെയ്തെടുത്തത്. കണ്ടേ, ഒരു ഭംഗിയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗിയിൽ അങ്ങ് നിൽക്കുകയാണ്. നമ്മൾ ഈ ഒരു ബോട്ടിലായിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇത് നമ്മൾ തുണി വെച്ചിട്ട് ചെയ്തതാണ്. മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് അടുത്ത് നോക്കാവേ. ഇത് നമ്മുടെ സോപ്പ് കവർ വെച്ചിട്ട് ചെയ്തെടുത്ത ഒരു ബോട്ടിലായിട്ടാണ്. അത് രണ്ട് വശത്തും ഉണ്ട്. ഇത് അത്ര വലിയ ഭംഗിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് വെച്ചിട്ട് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം നല്ല കാണാൻ പറ്റുന്ന നിറത്തിൽ ഡാർക്ക് ഇതായിട്ടാണ് ക്ലൗഡ്സ് ഒക്കെ ഇരിക്കുന്നത്. സോ ഇതാണ് കേട്ടോ. ഇനി അപ്പം അടുത്ത ഈ ഒരു ഇതും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കുക, കാണാൻ സാധിക്കുന്നതാണ്. ഇതിനെ ഞാൻ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഇത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരൊന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതെൻ്റെ ഫസ്റ്റ് ബോട്ടിലായിട്ടാണ്. ഭയങ്കര ഇരുട്ടിയിട്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പം മഴയൊക്കെ ഇന്നിപ്പം പെയ്യുന്നുണ്ട്. സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. ഇതാണ് ഞാൻ പെട്ടെന്ന് കാര്യം അങ്ങ് കഴിഞ്ഞേക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ, അടിപൊളി. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഓ അടിപൊളി. അപ്പം നമുക്ക് പോകാം, വീഡിയോയിലേക്ക് പോകാവേ. അപ്പം ഇതാണെങ്കിൽ നമ്മുടെ പെൻസിൽ ഷേവിങ് വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഇപ്പം നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് ഒരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയത്. പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് ടഫായിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കേട്ടോ. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലായിട്ടാണ്. അപ്പം ഞാൻ സെക്കൻഡായിട്ട് ചെയ്തെടുത്തതാണ്. നമ്മുടെ വാഴയില, ഉണങ്ങിയ വാഴയില വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നെക്സ്റ്റ് ഇതാണ്. ഇതും ഫുൾ ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണിത്. കണ്ടില്ലേ, ലാസ്റ്റാണിത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ബോട്ടിലായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇവിടെ കാറ്റും മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നല്ല സൗണ്ട്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, നല്ല കാറ്റും മഴയും ഇടിയൊക്കെയാണ്. അപ്പം